ഹായ് ഫ്രണ്ട്സ്, ഈ അച്ചാർ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറയുമല്ലേ. ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, 4 ക്യാരറ്റ്, ഇത് രണ്ടും ഞാൻ നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുപ്പിലൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് ദിവസത്തേക്ക് അച്ചാർ കേടുകൂടാതിരിക്കാൻ നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് ബെസ്റ്റ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, നീളത്തിൽ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് അച്ചാറിന് ആവശ്യമായ പച്ചമുളകും കൂടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ആദ്യമേ തന്നെ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതും ക്യാരറ്റിന് ഇച്ചിരി വേവുള്ളതായതുകൊണ്ട് അതൊന്ന് ചെറുതീയിലൊന്ന് നേരത്തെ ഒന്ന് വെന്ത് വരണം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങായും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഉപ്പും പുളിയും ഒക്കെ അതൊന്ന് മിക്സ് ആകാൻ സഹായിക്കും. ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടും അച്ചാറിന്. നമ്മുടെ സുന്ദരമായ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ മാങ്ങാച്ചാർ ഇട്ടിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് മാങ്ങാച്ചാർ ഇട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ, താങ്ക് യു.